ഈ പെങ്കൊച്ച് പിടിച്ച് കയറ്റാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ കയ്യെ പിടിച്ച സമയത്തെങ്ങാണ്ട് ഇവള് വെള്ളത്തിലോട്ട് വീണുപോയി. സാധാരണ ഞാനിങ്ങനെ തനിയെ ഇരിക്കുന്ന സമയത്ത് എന്താ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നൊസ്റ്റാൾജിയ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, മെമ്മറീസൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റീകളക്ട് ചെയ്യും. അപ്പോൾ അതിൽ നല്ലതായിട്ടുള്ള കാര്യവുമുണ്ട്, ചീത്തയായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ഓർക്കുന്നതെന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ, അത് ഓർത്തല്ലേ പറ്റത്തുള്ളൂ. അതും എനിക്ക് ഓർക്കാൻ ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സാഡായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നുന്നത് കേട്ടോ. അത് ഇപ്പോൾ ഇരുന്നപ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിനെ പെട്ടെന്ന് നഷ്ടപ്പെട്ട് കഴിയുന്നത്, അതായത് ഇന്നലെ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഇന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ എന്താണെന്നൊന്ന് ഓർത്ത് നോക്കി. ആർക്കെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ഈ പിള്ളേർ, അതായത് ഒരു +2-നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പിള്ളേർ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു ലോസാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരു കൊച്ചി മരിച്ചെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവരുടെ പേരൻസ്, സിബ്ലിങ്സ്, ഇവരൊക്കെ എങ്ങനെ ആ ഒരു ലോസ് താങ്ങും, അവർക്കത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും, അവർക്കതിനുള്ള ശക്തി കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് അവരുടെ സങ്കടമായിരിക്കും ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കൂട്ടത്തിൽ തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്, അവർക്കൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ആ ഒരു ചെറിയ പ്രായത്തിൽ അതേ ഒരു ഏജിലുള്ള ഒരാൾക്ക് ആ ഒരു നഷ്ടം കൊണ്ടുണ്ടാവുന്ന, അല്ല പെട്ടെന്നുള്ള മരണം കൊണ്ടുണ്ടാവുന്ന ഒരു മെൻ്റൽ ഷോക്ക്, അത് ഭയങ്കര ഭീകരമായിരിക്കും. അപ്പം ഒരു സ്റ്റോറിയിൽ നിന്നുമല്ല, റിയലായിട്ട് നടന്ന ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ ഞാൻ പേരോ വേറെ ഡീറ്റെയിൽസോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയാം. അതായത് എൻ്റെ ഒരു നമ്മൾ ബാല്യകാല സുഹൃത്തെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരാൾ. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാട്ടോ എല്ലാ ദിവസവും നടന്നാണ് സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകും, തിരിച്ച് വൈകിട്ട് ഒരുമിച്ച് ഇങ്ങനെ വരും. അപ്പം നമ്മളിങ്ങനെ ആ ഒരു പ്രായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. നമ്മുടെ അന്നത്തെ അറിവ് വെച്ചിട്ടും പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല, അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ മനസ്സിലേക്ക് വന്ന ഒരു ടോക്കാണ് ഈ പ്രേതത്തിനെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറയുവാണ്, എനിക്കിപ്പോൾ ഒരു 17 വയസ്സും അവൾക്കൊരു 16 വയസ്സും കേട്ടോ ആ സമയത്തുള്ളത്. അതായത് ഞാൻ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2nd ഇയറും അവൾ ഫസ്റ്റ് ഇയറുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളെന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും പ്രേതത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു. അപ്പം നമ്മൾ പണ്ട് കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ ഗ്രാൻഡ് മദറൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്കൂളിൽ നിന്ന് നടന്നു പോരുന്ന വഴിക്കൊരു കുളമുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ തീരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, അവിടെ ഒരു പെങ്കൊച്ചിനെ പണ്ടാരോ കൊന്നിട്ടുണ്ട്. അത് 10ാം ക്ലാസ്സിൽ തോറ്റുപോയതിനോ അങ്ങനെ എങ്ങാണ്ടാണ് അങ്ങനെ കൊന്നു കളഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇതൊക്കെ ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയത്ത് പോലും ഇല്ല കേട്ടോ. അത് ആരാന്നോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ആ ഒരു കുളം ഇങ്ങനെ പറയുമ്പം അവിടെയുള്ള ആരോ ഒരാൾ, അതും എൻ്റെ ഗ്രാൻഡ് മദർ, അതായത് ഒരു 30 വർഷം മുന്നേ എന്നോട് പറഞ്ഞേക്കുന്ന കഥയാണ്. അത് ആ ഗ്രാൻഡ് മദറിൻ്റെ ഒക്കെ ചെറിയ പ്രായത്തിൽ അവിടെ നടന്നിട്ടുണ്ടെന്നും പറഞ്ഞ് കേട്ടേക്കുന്ന കഥയായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ഞാൻ ഇവളോട് ഈ സ്റ്റോറി ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞ കാര്യം. അപ്പോൾ ഇനി ആ കൊച്ചിൻ്റെ പ്രേതം വല്ലതും ഇവിടെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ അങ്ങനെ നമ്മൾ എന്നിട്ട് ഞങ്ങൾ ആ കുളത്തിൻ്റെ അവിടെ വരുമ്പോൾ ഒറ്റ ഓട്ടം ആട്ടോ, പേടിയാണ്. അപ്പോൾ തന്നെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ദിവസം അവളില്ലാത്ത ദിവസം ഞാൻ തന്നെ പോരുന്നെന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ ഒരു പേടിയോ ഒറ്റ ഓട്ടം അവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്നത് നമ്മൾ ആരെങ്കിലും മനുഷ്യരെ കാണുമ്പോഴോ. ഇടവഴിയാണ്, അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉള്ള സ്ഥലമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പൊതുവെ പേടിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം ഇവളോട് പറഞ്ഞ്, ഈ കഥയെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞിട്ട് നീ ഇല്ലാത്ത ദിവസം ഞാൻ പേടിച്ചില്ലേ ഈ ഓട്ടവാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പോഴത്തേക്കും അവളെന്നോട് പറഞ്ഞ്, പ്രേതമൊന്നുമില്ലേ ചേച്ചി, അതൊക്കെ ചുമ്മാ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, ശരി, ആൾക്കാർ ഇതൊക്കെ വെറുതെ പറയുന്ന. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, പക്ഷേ ദൈവം ഉണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ലേ, അപ്പം നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം കൂടി അതിനെതിരായിട്ടൊക്കെ കാണത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രേതം കാണത്തില്ലേ
പക്ഷേ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദൈവത്തിനെതിരാണോ പ്രേതങ്ങൾ, അങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. എനിവേ ഒരിക്കലും ഉത്തരം കിട്ടാത്തൊരു കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇത് നമ്മുടെ വീട്ടിലോ നാട്ടുകാർക്കോ ആർക്കും അറിയാവുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഭയങ്കര പ്രൈവറ്റായിട്ടുള്ള ചില പേടികളും ചില സംസാരങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു ദിവസം നമുക്കന്ന് ശനിയാഴ്ച ക്ലാസ് ഉണ്ട് കേട്ടോ. ശനിയാഴ്ച ഉച്ചവരെയാണെന്ന് തോന്നുന്നു ക്ലാസ് ഉണ്ട്. അപ്പം അന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ഒരു ഇടവഴിയുടെ അവിടെയാണ് ഇവളെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പം അന്ന് ഞാൻ 9-നാണെന്ന് തോന്നുന്നു നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ഞാനൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിന്നിട്ടും അവളെ കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്നു വെച്ചാൽ പിന്നെ അവസാനം ലാസ്റ്റത്തെ സമയമായപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഓടി സ്കൂളിലോട്ട് പോയി, ഇന്ന് അവൾ വരുന്നില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അന്നത്തെ ദിവസം ക്ലാസ്സിലിരുന്നപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മറ്റേ ഫയർഫോഴ്സിൻ്റെ വണ്ടി പോകുന്ന ഭയങ്കര ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ പെട്ടെന്ന് അന്നത്തെ ദിവസം ക്ലാസ് തീർന്ന് എല്ലാവരും വീട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ നേരത്തെ വിടുവോ എന്തോ ഒരു സംഭവം അങ്ങനെ ഉണ്ടായി. അപ്പം ഞാനങ്ങനെ വീട്ടിലോട്ട് നടന്നു പോരുവാണ്. അപ്പം നമ്മൾ നടന്നു പോരുന്ന വഴിക്ക് ഈ ഒരു ഞാൻ പറഞ്ഞില്ല നമ്മൾ ഭയങ്കര പേടിയുള്ളൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആ കുളത്തിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലോട്ട് പോന്നു. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഈ ഫ്രണ്ട് ആ കുളത്തിൽ മുങ്ങി മരിച്ചു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഷോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ രാവിലെ ഇവളെ നോക്കിയിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നാണ്. എന്നിട്ട് അവളെ കണ്ടില്ല. അപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എന്തോ ഒരു കാരണം കൊണ്ട് അവളന്ന് സ്കൂളിൽ പോകണ്ടെന്ന് വെച്ചു. ഇപ്പോൾ എന്തോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവളും അമ്മയും കൂടെ അന്ന് പോകണ്ടെന്ന് വെച്ചിട്ട് വീട്ടിലെ ഒരു പുതപ്പും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഇതെല്ലാം കഴുകാനായിട്ട് ഈ കുളത്തിൻ്റെ അടുത്ത് വന്നതാണ്. ഈ പായോ കർട്ടനോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഒന്നും എനിക്കറിയത്തില്ല, പറഞ്ഞ് കേട്ട കാര്യങ്ങളാട്ടോ. എന്താ സത്യത്തിൽ നടന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഇത് പാറമടയായിട്ട് ഈ കുളം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കൊച്ചിൻ്റെ അമ്മ കയ്യിൽ നിന്ന് സോപ്പ് തെന്നി കുളത്തിൽ വീണിട്ട് ആൻറ്റി അത് എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും തെന്നി ഇതിലോട്ട് വീണു. അപ്പോഴത്തേക്കും ഈ പെങ്കൊച്ച് പിടിച്ച് കയറ്റാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ കയ്യെ പിടിച്ച സമയത്തെങ്ങാണ്ട് ഇവൾ വെള്ളത്തിലോട്ട് വീണുപോയി. അപ്പോൾ അങ്ങനെ രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ സമയത്ത് അതുവഴി എങ്ങാണ്ട് നടന്നു വന്നൊരു ചേട്ടൻ ഈ എയർ ബബിൾസ് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് വരുന്ന കണ്ടു. പിന്നെ കുറേ ഇങ്ങനെ കഴുകാനിട്ടിരുന്ന കുറേ സാധനങ്ങളൊക്കെ കുളത്തിൻ്റെ മേളിൽ ഇങ്ങനെ കിടക്കുന്നതും കണ്ടപ്പം ആൾക്ക് എന്തോ സംശയം തോന്നിയിട്ട് ആൾ പെട്ടെന്ന് ബഹളം വെച്ച് കുറേ പേരെല്ലാം വന്ന് അവർ ചാടി മുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ അമ്മേനെ അവർക്ക് കിട്ടി. പക്ഷെ അവർക്ക് അറിയത്തില്ലായിരുന്നു 2 പേര് ഈ കുളത്തിലുണ്ടെന്ന്. അപ്പോൾ അവർ പെട്ടെന്ന് കിട്ടിയ വണ്ടി വിളിച്ച് ആളെയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയ വഴിക്ക് എപ്പോഴോ ഈ ആൻറ്റിക്ക് ബോധം വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, മോളം ഉണ്ടെന്ന്. നമുക്ക് അറിയാമായിരിക്കില്ല, വെള്ളത്തിൽ കംപ്ലീറ്റ്ലി മുങ്ങിപ്പോയ ആൾക്ക് അൺകോൺഷ്യസ് ആയിപ്പോയ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഒരു കുറേ ദൂരം 4-5 കിലോമീറ്റർ പോയ വണ്ടിയിൽ നിന്ന് പിന്നെ ആൾക്കാർ തിരിച്ച് വന്നിട്ടാണ് ഇവിടെ വേറെ ആളുണ്ടെന്നും പറഞ്ഞ് ഫയർഫോഴ്സിനെയൊക്കെ അറിയിച്ച്. എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് മുങ്ങിയിട്ടെങ്ങാണ്ട് കിട്ടിയില്ല. അങ്ങനെ ഫയർഫോഴ്സൊക്കെ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും അടിയിൽ കല്ലിൻ്റെ ഇടയിലെങ്ങാണ്ട് അവൾ കാലൊക്കെ സ്റ്റക്കായി പോയിട്ട് പൊങ്ങി വരാൻ മേലാത്ത രീതിയിലെങ്ങാണ്ടായിരുന്നു. പിന്നെ അവർ അങ്ങനെ വെളിയിലെത്തിയപ്പോഴത്തേക്ക് എന്തായാലും അന്നേരത്തേക്ക് ഒരുപാട് സമയമായി, ആൾ മരിച്ചുപോയി. അപ്പം എനിക്ക് ഭയങ്കര ഷോക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്ന് രാവിലെയും കൂടി ഞാൻ നോക്കി നിന്നൊരു കൂട്ടുകാരി അന്ന് ഉച്ചയായപ്പം ആളില്ല, അത് മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഭയങ്കര ദയനീയമായിട്ടുള്ളൊരു മരണം. ഭയങ്കര വിഷമം തോന്നി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയാണ് ആ ഒരു വിഷമം പിന്നെ കുറച്ച് ചെറിയ പേടിയിലേക്കൊക്കെ വരാൻ തുടങ്ങി. കാരണം ഞങ്ങൾ സംസാരിച്ചപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, അവളിങ്ങനെ പറഞ്ഞ് ചേച്ചി പ്രേതം ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ
പ്രേതമായിട്ട് ചേച്ചിയുടെ അടുത്ത് വരാം എന്നിങ്ങനെ ഇവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നീടുള്ള കുറേ ദിവസങ്ങളിൽ രാത്രിയിലൊക്കെ ഞാൻ പപ്പയുടെ മമ്മിയുടെ നടുക്കായി കിടക്കുന്നത്. പിന്നെ അപ്പോൾ രാത്രിയിലൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കും ഇവൾ എന്നെ കാണാനായിട്ട് വരുമോ എന്നുള്ള രീതിയിലാണ്. നമ്മൾ അന്നത്തെ ഒരു ചെറിയ പ്രായത്തിൽ എന്താ അതൊക്കെ നമുക്ക് ഭയങ്കര വാല്യൂ ഉള്ള സംസാരങ്ങളാണല്ലോ. അപ്പോൾ ഞാനും തിരിച്ചു പറഞ്ഞു കേട്ടോ, ഞാൻ ആദ്യം മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വരാം, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരോട് പറയാമല്ലോ പ്രേതമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ തന്നെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അവളെ ഇങ്ങനെ ഓർക്കും, അവളെന്നെ കാണാൻ വരുമോ എന്നിങ്ങനെ ഓർക്കും. നമുക്ക് പേടിയും തോന്നും, പക്ഷേ എന്താണ് അവൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ചിലപ്പോൾ ഞാനന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവൾക്ക് അറിയാമായിരുന്നായിരിക്കും ഞാനന്ന് സ്കൂളിൽ പോകാനായിട്ട് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അവൾക്ക് അതെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇന്ന കാര്യം കൊണ്ട് ഞാൻ ഇന്ന് വരുന്നില്ല. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അവൾ എന്നോട് പറയുമായിരുന്നു നാളെ ഞാൻ വരുന്നില്ല എന്നുള്ള. അപ്പം അങ്ങനെ. പക്ഷെ ഞാൻ 2-3 തവണ അവളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്വപ്നത്തിൽ സങ്കടപ്പെടുന്ന ഒരു മുഖമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത് എന്നാ പറയുന്നത്, എല്ലാവർക്കും ഉണ്ടാവില്ല ലൈഫിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സ്റ്റോറീസ്. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം ഇൻസിഡൻസ് ഉണ്ടല്ലേ നമ്മുടെ ലൈഫിൽ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്റ്റോറീസൊക്കെ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക കേട്ടോ. നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫർദർ ലൈഫ് സ്റ്റോറീസൊക്കെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.